الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ നമ്മുടെ സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ക്രൂരവും നിന്ദ്യവുമായ വിമർശനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രോപ്പഗണ്ടകളും ക്യാമ്പയിനുകളെയും പറ്റിയിട്ടാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് ഈമാനിന്റെ അവസാനത്തെ ഒരു കണികയെങ്കിലും വറ്റാതെ അവശേഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് എങ്കിലും നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ കഴിവിന്റെ പരമാവധി പ്രതിരോധവും പ്രത്യാക്രമണങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആ പ്രതിരോധവും പ്രത്യാക്രമണവും വൈജ്ഞാനികമായ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കും. എളുപ്പമാണ്, ഏത് സാധാരണക്കാരന് വേണമെങ്കിലും
അള്ളാഹുവിന്റെ റസൂലിനെ മോശമാക്കുന്ന ഏതെങ്കിലും കമന്റ്സുകളോ ഏതെങ്കിലും മെസ്സേജുകളോ ഏതെങ്കിലും പ്രസ്താവനകളോ കണ്ടാൽ അവന്റെ ഒരു 10 മിനിറ്റ് സമയം ചെലവഴിച്ചിട്ട് എന്താണ് അതിന്റെ വസ്തുത എന്ന് അന്വേഷിച്ചിട്ട് ലോകത്തിന്റെ മുഴുവൻ മുന്നിലേക്കും അതിന്റെ വസ്തുത എന്ത്, ഈ പറയുന്നത് കളവാണ്, യാഥാർത്ഥ്യമെന്ത് എന്ന് സൊസൈറ്റിക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ സാമൂഹിക ക്രമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഇതിനെ ഒന്നും ശ്രദ്ധിക്കാതെ മാറി നിൽക്കാൻ പാടില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ്. പണ്ടാണെങ്കിൽ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ലോകത്തിന് പഠിപ്പിക്കാൻ പറ്റുക? റസൂലുള്ളയെ പറ്റി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു സാധാരണക്കാരന് സാധിക്കണമെന്നില്ല. കാരണം അതിനുള്ള കഴിവും അതിന് ചില മേഖലകളുമൊക്കെ നമ്മളുടെ സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നു. ആ മേഖലയിൽ എത്തിപ്പെട്ടവർക്ക് മാത്രമാണ് അത്തരം പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇന്ന് പക്ഷെ അങ്ങനെയല്ല. ഇന്ന് സ്വന്തം വീട്ടിലിരുന്ന് ഏത് സാധാരണക്കാരനും ലോകത്തോട് സംവദിക്കാവുന്ന സാങ്കേതിക വിദ്യകൾ അവന്റെ കൈകളിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ റസൂലിനെതിരെയുള്ള നീചമായ, നികൃഷ്ടമായ, ക്രൂരമായിട്ടുള്ള ക്യാമ്പയിനുകൾ, പ്രോപ്പഗണ്ടകൾ, അതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയുന്നത്ര അവനവൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കണം. ഇത് ഈ കാലഘട്ടത്തിന്റെ ഒരു ഡ്യൂട്ടിയാണ്. ഉലമാക്കൾ മാത്രം എടുത്താൽ തീരുന്ന ഡ്യൂട്ടിയല്ല. ഒന്നും വേണ്ട. ഒരാൾ വിചാരിക്കണം അള്ളാന്റെ റസൂലിനെ പറ്റി മനോഹരമായ ഹദീസുകൾ, ഞാൻ ആ ഹദീസുകൾ ജനങ്ങൾക്ക് എത്തിക്കാൻ പോവാണെന്ന് തീരുമാനിച്ചാൽ വലിയ ഡ്യൂട്ടിയാണത്, വലിയ ജോലിയാണ് അതാ ചെയ്തത്, വലിയ പ്രബോധനാണ് ആ ചെയ്തത്. റസൂലുള്ളയെ പറ്റി എനിക്ക് പിന്നെ റസൂലുള്ളക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള ഇൽമില്ല, അത് കണ്ടെത്താനും പഠിക്കാനുമുള്ള ശേഷിയില്ല. വേണ്ട. റസൂലുള്ളയെ ഒരുത്തൻ ക്രൂരനാണ് എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്രൂരനല്ല എന്ന് കൃത്യമായി തെളിയിക്കുന്ന ഹദീസുകൾ നമുക്കറിയാം. ആ ഹദീസുകൾ സൊസൈറ്റിക്ക് നമ്മൾ പകർന്നു കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ വിധത്തിലും വിശ്വാസി സമൂഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള നീചമായ ആരോപണങ്ങൾ, നീചമായ വിമർശനങ്ങൾ, അതിനെ പ്രതിരോധിക്കാൻ ശക്തമായി രംഗത്ത് ഒരു മനുഷ്യനെ പോലെ മുസ്ലിം സൊസൈറ്റി ഒരുമിച്ച് എഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് റസൂലുള്ളയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആ വിമർശനങ്ങൾ എത്രമാത്രം സാധുതയുള്ളതാണ് എന്ന് ഓരോരുത്തരും അറിയണം. ഇപ്പൊ റസൂലുള്ളയെ പറ്റിയിട്ട്, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റിയിട്ട് വിമർശനങ്ങളെ മുഴുവൻ നമ്മളൊന്ന് പിന്നെ ക്രോഡീകരിച്ചാൽ അത് നമുക്ക് 3 തലത്തിലാണ് അത് കാണാൻ സാധിക്കുക. റസൂലുള്ളക്കെതിരെയുള്ള പിന്നെ കഠിനമായ വിമർശനങ്ങൾ 3 തലത്തിൽ നമുക്ക് കാണാം. ഒന്നാമത്തെ തലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതീവ ക്രൂരനും പരിക്കനുമായിരുന്നു എന്നാണ് ഒരു വിമർശനം. റസൂലുള്ള ക്രൂരനായിരുന്നു, ദുഷ്ടനായിരുന്നു, പരിക്കനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സൊസൈറ്റിയിൽ പ്രവാചകനെ ഒരു ക്രൂര കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യാപകമായ ദുർവ്യാഖ്യാനം റസൂലുള്ളയുടെ ചരിത്രത്തിൽ നിന്ന് നടത്തിയെടുത്തിട്ട് നടത്തപ്പെടുകയാണ്. അതാണ് ഒന്നാമത്തെ നബി വിമർശനത്തിന്റെ പിന്നെ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ. ഏതാണ് അവരെടുക്കുന്നത്? യുദ്ധസന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒരു രാഷ്ട്രനായകൻ എന്ന നിലയ്ക്ക്, സേനാനായകൻ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, അതിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എടുത്ത യുദ്ധ സന്ദർഭങ്ങളിലെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ. ആലോചിക്കുക, ആ നിലപാടെടുക്കാത്ത ആരുള്ളത്? ആ നിലപാടെടുക്കാതിരിക്കാൻ പറ്റുമോ? ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ ഏറ്റവും പിന്നെ അതിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ഭീഷണി നിലനിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ നായകന്മാർ എടുക്കുന്ന സമീപനങ്ങൾ ഉണ്ടാവും. ആ സമീപനങ്ങൾ ന്യായമാണ്, നീതിയാണ്, നൈതികതയുള്ളതാണ്. അതാണ് ചരിത്രത്തിൽ നടക്കുക. യുദ്ധ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് പ്രേരിപ്പിച്ചു, പ്രോത്സാഹിപ്പിച്ചു. ജിഹാദ് എന്ന് പറയുന്ന യുദ്ധത്തിന്, അതിന് എന്ത് വലിയ പുണ്യം
വലിയ പുണ്യവും സ്വർഗവും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, നമ്മൾ എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? നമ്മുടെ രാജ്യം ഒരു ശത്രുരാഷ്ട്രവുമായി യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്ത്യയുടെ സൈനികർക്ക് നമ്മൾ കൊടുക്കുന്ന നിർദ്ദേശം എന്താ? വീരമൃത്യു എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ പഠിപ്പിക്കാറുണ്ട്. സൈനികന് വീരമൃത്യു, അവന്റെ മരണത്തെ പുണ്യമരണമായിട്ടാണ് ഇന്ത്യയിൽ പോലും കാണുന്നത്. എന്താ കാരണം? ഒരു സൊസൈറ്റിയുടെ സംരക്ഷണവുമായി, രാഷ്ട്രത്തിന്റെ സംരക്ഷണവുമായി യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുന്ന ആളുകളെ എല്ലാ സൊസൈറ്റിയും വലിയ സ്ഥാനമാനങ്ങളിൽ അവർ ഇരുത്തിയിട്ടുണ്ട്. വലിയ സ്ഥാനമാനങ്ങളിൽ അവരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളൂ. അത് ലോകത്ത് ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. എല്ലാ ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അങ്ങേ തലത്തിൽ അള്ളാഹുവിന്റെ റസൂൽ യുദ്ധത്തിന് ഇറങ്ങുന്ന, ഫീ സബീലില്ലയിൽ ജിഹാദിന് വേണ്ടി ഇറങ്ങുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ റസൂൽ കുറച്ചുകൂടി ഉന്നതമായ സ്ഥാനങ്ങളെ പറ്റിയിട്ട്, മരണാനന്തര ജീവിതത്തെ പറ്റിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മുടെ ഭഗവത്ഗീത, അതിന്റെ ഇതിവൃത്തി എന്താ? ഇന്ത്യയുടെ മഹാഗ്രന്ഥങ്ങളായി അറിയപ്പെടുന്ന ഭഗവത്ഗീതയുടെ ഇതിവൃത്തി എന്താ? അർജുനൻ എന്ന് പറയുന്ന ഒരു തേരാളി, യുദ്ധത്തിന് വേണ്ടി നയിക്കുന്ന ഒരു പടയാളി, ആ പടയാളിയുടെ നിമിഷങ്ങൾ, അദ്ദേഹം അപ്പുറത്ത് യുദ്ധത്തിന് നിൽക്കുന്നത് ബന്ധുക്കളാണ് എന്ന് കാണുമ്പോൾ തളർന്നു പോവാണ്. ആ സമയത്ത് ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത ടോട്ടൽ. ആ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശം എന്താ? താങ്കൾ യുദ്ധം ചെയ്താൽ, ജയിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രം താങ്കൾക്ക് ലഭിക്കുന്നു, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം താങ്കൾക്ക് ലഭിക്കുന്നു, മോക്ഷം താങ്കൾക്ക് ലഭിക്കുന്നു. ഞാൻ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞവരൊക്കെ നമ്മൾ ഭീകരവാദിയും ക്രൂരനുമാക്കാൻ പറ്റോ? പറ്റില്ല. സന്ദർഭത്തിൽ നിന്ന് കാര്യങ്ങളെ ഉൾക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന എന്ന് പറയുന്ന, മക്ക എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു. റസൂലുള്ള ഭരണാധികാരം ലഭിക്കുന്നതിന് മുമ്പ് ആയുധമെടുത്ത ചരിത്രം എങ്ങനെ നിങ്ങൾ പരിശോധിച്ചാലും കിട്ടില്ല. ഈ നബി വിമർശകന്മാർ പരിശോധിച്ചാലും കിട്ടില്ല. ഇസ്ലാമിക ഖിലാഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റെടുത്തതിന് ശേഷം മാത്രമായിരുന്നു അള്ളാഹുവിന്റെ റസൂല് യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള പീഡനങ്ങളോ യുദ്ധത്തിന് മുമ്പുണ്ട്, ശേഷമുണ്ട്. ഇസ്ലാമിക ഭരണത്തിന് മുമ്പും ശേഷമുണ്ട്. റസൂലുള്ളാഹിക്കെതിരെയുള്ള പീഡനങ്ങൾ ഏറ്റവും തീവ്രമായി നിന്നത് റസൂലുള്ള ആയുധമെടുക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലായിരുന്നു. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയുധമെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ അടുത്ത് വന്നിട്ട് സ്വഹാബികൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ തയ്യാറാണ്, ഒരു യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ അതിന് പ്രാപ്തരാണ്, ഞങ്ങൾക്ക് അനുവാദമുണ്ടോ റസൂലേ? ഇത് സഹിക്കുന്നതിന്, ക്ഷമിക്കുന്നതിന് ഇതിന്റെ അതിരുകൾ അതിലംഘിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലേ, അനുമതി തന്നാലും റസൂൽ അനുമതി കൊടുത്തിട്ടില്ല. റസൂൽ മക്കയിലെ പീഡനകാലത്തൊന്നും അനുമതി കൊടുത്തിട്ടില്ല. റസൂൽ അനുമതി കൊടുക്കുന്നത് എപ്പോഴാണ്? മദീനയിലേക്ക് പോവുകയും മുസ്ലിം സൊസൈറ്റി ഒരു സൊസൈറ്റിയിൽ നിന്ന് ഒരു രാഷ്ട്രമായി വരികയും ഒരു രാഷ്ട്രത്തിന്റെ ഭരണ സംവിധാനത്തിന്റെ നേതൃത്വത്തിലേക്ക് അള്ളാഹുവിന്റെ റസൂൽ വരികയും ചെയ്ത ഘട്ടത്തിൽ ആ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തു. അതാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ പോയി ഇരുന്ന് നബി വിമർശകന്മാർ കൊണ്ടുവരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്രൂരതകളെ പറ്റിയിട്ട്. ചില ആളുകളെ വധിച്ചു. ആരെയാ വധിച്ചത്? ചാരസംഘങ്ങളെ വധിച്ചു. യുദ്ധസന്ദർഭത്തിൽ കരാറുകൾ കാറ്റിൽ പറത്തിയിട്ട് ശത്രുക്കൾക്ക് അതിർത്തികൾ തുറന്നുകൊടുത്ത് സ്വന്തം രാജ്യത്തെ ഒറ്റിക്കൊടുത്ത രാജ്യദ്രോഹികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വധിച്ചു. ഇതിലെന്താ തെറ്റ്? അതിനെന്തിനാ നമ്മൾ തലകുനിക്കുന്നത്? ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ നൈതികതയിൽ പെട്ടതാണ്. ഈ രാജ്യത്തേക്ക് ശത്രു സൈന്യത്തിന് പ്രവേശിക്കാൻ ഇതിന്റെ അകത്തിരുന്ന് ഇതിന് വോട്ട കുത്തുന്ന ആളുകളെ ഈ രാജ്യത്തിന്റെ നിയമം എന്താ?
വധശിക്ഷയാണ്. രാജ്യദ്രോഹിക്ക് ഏത് പിന്നെ നാഗരികതയിലും വധശിക്ഷയാണ്. നമ്മുടെ ഈ പുരോഗമിച്ച കാലഘട്ടത്തിലും വധശിക്ഷ തന്നെയാണ്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ക്രൂരത. നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇതല്ലാത്ത ഒരു ക്രൂരത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ആളുകൾക്ക് കാണിക്കാൻ പറ്റുമോ? രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട, രാഷ്ട്രവുമായി ബന്ധപ്പെട്ട, അതിന്റെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാട് സ്വീകരിച്ചത്. ഇനി രണ്ടാമത്തെ വിമർശനം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ രണ്ടാമത്തെ വിമർശനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ സ്ത്രീ വിരുദ്ധനും സ്ത്രീ ലംബടനുമായിരുന്നു. ഇതാണ് പാകത്തുക. ഹദീസുകൾ പരിശോധിച്ച് കൊണ്ടുവരുന്ന എന്താ? നബി ഭയങ്കര സ്ത്രീ വിരുദ്ധനായിരുന്നു, അതുപോലെ തന്നെ സ്ത്രീ ലംബടനായിരുന്നു. എന്താ തെളിവെന്താ? അള്ളാഹുവിന്റെ റസൂൽ ധാരാളം സ്ത്രീകളെ വിവാഹം കഴിച്ചു. അതാണ് തെളിവ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചു, ധാരാളം സ്ത്രീകളെ വിവാഹം കഴിച്ചവരെ മുഴുവൻ സ്ത്രീ ലംബടന്മാരായി മുദ്ര കുത്തുകയാണെങ്കിൽ ഈ ലോകത്തെ പല മഹാത്മാക്കളെയും നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് മാറ്റേണ്ട വരും. ഒന്നിലധികം വിവാഹം കഴിക്കുന്നത് മോശമാണ് എന്ന കോൺസെപ്റ്റ് ഒരു 50 കൊല്ലത്തിന് മുമ്പ് ലോകത്തിന് പരിചയമുണ്ടായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴാ പുതിയ കാലത്താള് ഈ ഒരു ഒറ്റ വിവാഹം ബാക്കിയൊക്കെ വ്യഭിചാരത്തിലൂടെ സാധിപ്പിക്കുന്ന ഈ പുതിയ തീമുണ്ടല്ലോ. പഴയ കാലത്തെ ആളുകൾക്ക് ആ പണി അറിയില്ല, മാന്യന്മാരായ ആളുകൾക്ക് അതറിയില്ല. അവരൊരു പെണ്ണിനെ തൊടണമെങ്കിൽ, ഒരു പെണ്ണിനെ അവളെ ആസ്വദിക്കണമെങ്കിൽ ആ നിയമപരമായി വിവാഹം ചെയ്ത് അവളെ ഉപഭോഗിക്കുകയും അവളിൽ ജനിക്കുന്ന സന്താനത്തെയും അവളുടെ ജീവിതത്തെയും തന്റെ ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെലവിന് കൊടുക്കുകയും നോക്കുകയും ചെയ്യുന്നതിലൂടെയാണ് മാന്യന്മാരായ ആളുകൾ ഒന്നിലധികം സ്ത്രീകളെ സ്പർശിക്കുക എന്ന നിലപാട് പുതിയ കാലത്തിന് ചേരൂല. ഇപ്പോഴത്തെ നിലപാടെന്താ? ഭാര്യ ഒന്ന് വെപ്പാട്ടിയോ വേശ്യയോ പ്രോസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ പല ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈംഗികത ആസ്വദിക്കാം. ബാധ്യതകളൊന്നുമില്ലാത്ത ഒരു ക്യാഷ് കൊടുത്ത, കറൻസി കൊടുത്താൽ തീരുന്ന ഒരു ലൈംഗിക ജീവിതം. അതാണ് പുതിയ കാലത്തിന്റെ പ്രൊമോഷൻ. അവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അളക്കാനും അളവെടുക്കാനും വന്നിരിക്കുന്നത് അവനാണ്. നിങ്ങൾ ചോദിക്കുക, ഏക പത്നീവ്രതത്തെ പറ്റി സംസാരിക്കുന്ന ഏതാളുകളോടും ചോദിക്കുക. സെക്യുലറിസ്റ്റുകളാവട്ടെ, ലിബറലിസ്റ്റുകളാകട്ടെ, എത്തിസ്റ്റുകളാകട്ടെ, ഈ ഡെമോക്രസിയുടെ ആളുകളാകട്ടെ, അവരോട് മുഴുവൻ, സോഷ്യലിസ്റ്റുകളാകട്ടെ, കമ്മ്യൂണിസ്റ്റുകളാകട്ടെ, മുഴുവൻ ചോദിക്കുക വ്യഭിചാരത്തെ പറ്റി എന്താ അഭിപ്രായം. പറ്റൂല എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ആ തൊട്ടിൽ ജനിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഇവനാണ് ഏകപത്നി വ്രതത്തിന്റെ മഹത്വം പഠിപ്പിക്കുന്നത്. എന്നിട്ട് ഇവന്റെ അളവുകോലുകൊണ്ടാണ് റസൂലുള്ളാഹി അളക്കാൻ പോണത്. ഭാര്യ 100 വേശ്യാ ജീവിതം. പ്രശ്നമുണ്ടോ? ഇവരുടെ അളവുകോല് വെച്ച് പ്രശ്നമുണ്ടോ? എനിക്കൊരു ഭാര്യയുണ്ട്, ഞാൻ കണ്ടെടുത്ത് വ്യഭിചരിച്ച് നിരങ്ങി നടക്കാണ്, എന്റെ ഇഷ്ടമാണ്, ഹ്യൂമൻ റൈറ്റ്സ് ആയിട്ടാണ് ഈ പറയുന്ന ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നിലധികം ഇണയുണ്ട് എന്ന് പറഞ്ഞതിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ എന്താ അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചോ, സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് കാണാം. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 268 ഹദീസായിട്ട് രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 309 ഹദീസായിട്ട് രേഖപ്പെടുത്തി. ആ ഹദീസ് എന്തറിയോ? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയാണ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ഭാര്യമാരെ എന്ത് ചെയ്തു? പിന്നെ നിസാഇഹി ഫി സാഅത്തിൽ വാഹിദതി മിനൽ ലൈലി വന്നഹാർ, ഒരു രാത്രിയിലോ ഒരു പകലിലോ മുഴുവൻ ഭാര്യമാരെയും ഒറ്റ സമയം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചു. വഹുന്ന 11, നബിക്ക് 11 ഭാര്യമാരുള്ളപ്പോ ഒരു രാത്രിയിൽ 11 ഭാര്യമാരുടെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. എന്തിനു ചെന്നു? ലൈംഗിക ബന്ധത്തിന് ചെന്നു. ഭാര്യയുമായി ബന്ധപ്പെടാൻ ചെന്നു. 11 ഭാര്യമാരുമായി ഒരു രാത്രിയിൽ റസൂലുള്ളാഹി ബന്ധപ്പെട്ടു. ഹദീസാണ്. എന്തായാലും പ്രശ്നം? നമ്മളെ ആളുകൾ ഇങ്ങനെ പൂഴ്ത്തി വെക്കാണ് ഈ ഹദീസൊക്കെ. ഈ റാവി ചെന്നു എന്നുള്ളതിനിപ്പോ ഒരു മൊയിലാര് വ്യാഖ്യാനം കൊടുത്തുകൊണ്ടിരിക്കുക. ചെന്നത് വിശേഷം ചോദിക്കാൻ ചെന്നാണെന്ന്, സലാം പറയാൻ ചെന്നാണെന്ന്. 11. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമ്മളെ മനസ്സിൽ തന്നെ അങ്ങനെ ചെല്ലാൻ പാടില്ല. ആരാടോ ഇത് തീരുമാനിച്ചത്? എനിക്കൊരു 10 ഭാര്യ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ 10 ഭാര്യയുടെ അടുത്തേക്ക് ഒരു രാത്രി പോകാൻ പറ്റില്ല എന്ന് ആരാടോ തീരുമാനിച്ചത്?
അത് മോശമാണെന്ന് ആരോട് പറഞ്ഞത്? റാവി ചോദിക്ക, ഈ റാവി ഹദീസ് കേട്ട റാവി ചോദിക്ക, ഈ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖുൽതു ലി അനസ്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അവ കാന യുതീഖുഹു, നബിക്ക് അതിനുള്ള ഖുവത്തുണ്ടോ, ശക്തിയുണ്ടോ? നബിക്ക് അതിനുള്ള ശക്തിയുണ്ടോ? ഖാൽ, അനസ് ഇബ്നു മാലിക്കിന്റെ മറുപടി എന്തറിയോ? കുന്ന നതഹദ്ദസ്തു അന്നഹു ഉഅ്തിയ ഖുവതൻ 30. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പുരുഷന്മാരുടെ ശേഷിയും ആരോഗ്യവും ഉണ്ടായിരുന്നു. അസ്സലാം പറയാൻ പോവാനാ 30 പുരുഷന്മാരുടെ ശേഷി ആരോഗ്യവും? കുശലം പറയാൻ വേണ്ടിയിട്ട് 11 ഭാര്യമാരുടെ അടുത്ത് പോകാനാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 30 പുരുഷന്മാരുടെ ശേഷിനെ പറ്റി സംസാരിക്കണം? അല്ല. എന്തിനാ നമ്മളെ സംബന്ധിച്ച് റസൂലുള്ളാഹിയെ പറ്റി അങ്ങേയറ്റത്തെ അഭിമാനം തോന്നേണ്ട ഒരു ഹദീസാണിത്. പൂർണ്ണമായ പൗരുഷത്തിന്റെ അള്ളാന്റെ റസൂല് ആൺകുട്ടിയാണ് എന്ന് ആത്മാർത്ഥമായി അഭിമാനത്തോടെ നമ്മൾക്ക് ബോധ്യപ്പെടുന്ന ഒരു ഹദീസാണിത്. ഇതെന്തുകൊണ്ടാണ് ഈ ഹദീസ് നമ്മളെ സംബന്ധിച്ച് ഡിസ്റ്റർബ് ആകുന്നത്? എന്തുകൊണ്ടാണ്? നമ്മള് സൊസൈറ്റിയിൽ ഒരു നബി എന്നൊക്കെ പറഞ്ഞാൽ ലൈംഗിക ജീവിതം ഉണ്ടാവാൻ തന്നെ പാടില്ല അങ്ങനെ കരുതുന്ന ഒരു ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ സന്യാസാണ്. അതാണ് നമ്മളെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു ആത്മീയ സങ്കല്പത്തെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാട് എന്താ? ലൈംഗികതയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുന്ന ഒരു ജീവിതം. അതാണ് ആത്മീയതയ്ക്ക് ഏറ്റവും ചേർന്നത്. സന്യാസ ജീവിതം, അതല്ലെങ്കിൽ ബ്രഹ്മചര്യ ജീവിതം, അതൊക്കെയാണ് ആത്മീയ പുരുഷന്മാരെ പറ്റിയിട്ട് പറഞ്ഞിട്ട്. ഇതെന്താ? ഇത് കല്യാണം കഴിക്കുന്നു, കുട്ടികൾ ഉണ്ടാവുന്നു, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഇതൊക്കെ ഒരു ആത്മീയ ജീവിതത്തിന് ചേർന്നതല്ല എന്ന ലോകത്തിന്റെ, വിശേഷിച്ച് നമ്മുടെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ ഈ മതജീവിതത്തെ പറ്റി, ആത്മീയ ജീവിതത്തെ പറ്റിയിട്ടുള്ള കോൺസെപ്റ്റിന്റെ സ്വാധീനാണിത്. ആ കോൺസെപ്റ്റിന്റെ സ്വാധീനാണിത്. നിങ്ങൾ നോക്ക്, ഈ കോൺസെപ്റ്റ് സ്വാധീനിക്കപ്പെടാത്ത ഒരു സൊസൈറ്റിയിൽ അവർക്ക് ഏറ്റവും പെർഫെക്റ്റായ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിന് വലിയ ശേഷിയുള്ള പുരുഷനാണ്. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊന്നും ബുഖാരിക്കോ മുസ്ലിമിനോ ഇത് പറയാൻ അനസ് ഇബ്നു മാലിക്കിനോ ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർക്കോ മുഫസ്സിറുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഉലമാക്കൾക്കോ അഹ്ലുസുന്നയുടെ അഇമ്മത്തിനോ ഒന്നും ഒരു ലജ്ജയുണ്ടായില്ല. കാരണം എന്താ? ഇത് അഭിമാനത്തിന്റെ കാര്യമാണ്. ഇത് അഭിമാനത്തിന്റെ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 30 പുരുഷന്റെ ശക്തിയുള്ള ഒരാളായിരുന്നു, ലൈംഗിക ശേഷിയുള്ള ആളായിരുന്നു എന്നത് എങ്ങനെയാണ് നമുക്ക് തല താഴ്ത്തി പറയേണ്ട കാര്യമാകുന്നത്? തല ഉയർത്തി നിന്ന് പറയേണ്ട കാര്യമാണത്. ഞാൻ പറഞ്ഞു, നമ്മളെപ്പോലും സ്വാധീനിക്കണാരാ? ആത്മീയ രംഗത്ത് ഈ സന്യാസ ജീവിതം പഠിപ്പിക്കുന്ന, ആത്മീയ രംഗത്ത് ബ്രഹ്മചര്യ ജീവിതമാണ് ഏറ്റവും ഉത്തമം എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണ്. അവരാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ആത്മീയ രംഗത്ത്. ഇനി ഭൗതിക രംഗത്താണെങ്കിലോ ഒറ്റ ഭാര്യയെ പാടുള്ളൂ, വ്യഭിചാരം എത്ര വേണമെങ്കിലും നടത്തിക്കോട്ടെ, പക്ഷെ ഭാര്യ ഒന്നേ പാടുള്ളൂ എന്ന് പറയുന്ന കുത്തഴിഞ്ഞ ഈ സെക്യുലറിസ്റ്റുകളും ലിബറലിസ്റ്റുകളാണ് നമ്മളെ ജീവിത നബിനെ അളക്കാനുള്ള അളവുകോല് തന്നെ. ഈ അളവുകോലൊക്കെ അവിടെ എടുത്തു വെച്ചേക്കണം. നമ്മൾ മുസ്ലിം സൊസൈറ്റി എടുത്തു വെച്ചേക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന രൂപത്തിൽ ഒന്നും അളക്കാൻ കഴിയുന്ന ആളല്ല. അള്ളാഹുവിന്റെ ദൂതനാണ്. അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ജീവിച്ചതാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അളക്കേണ്ടതറിയോ? അളക്കേണ്ടത്, ഈ ആളുകൾക്ക് പരിശോധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഇവരാരോപിക്കുന്ന ആരോപണം മതഭ്രാന്തനാണ്, അന്ധമായ അപരമത വിദ്വേഷമുള്ള ആളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള അന്ധമായ അപരമത വിദ്വേഷം നിലനിർത്തിയ ആളാണ്. എന്താണ് സൊസൈറ്റി പറയുന്നത്? എന്താണ് മൂന്നാമത്തെ നബി വിമർശനത്തിന്റെ കാതൽ എന്ന് പറയുന്നത്? ഈ 3 വിമർശനത്തിന്റെ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് കാര്യമായ വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല. എന്താ റസൂലുള്ള മതഭ്രാന്തനായത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതഭ്രാന്തനാകുന്നത് എന്താ? ചില മതങ്ങളോട് സ്വീകരിച്ച സമീപനം. ഞാൻ പറഞ്ഞില്ലേ, ഒരു രാജ്യം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, തിരിച്ചൊന്ന് ആലോചിക്ക്, അപ്പൊ കാര്യം തിരിയും. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിനെതിരെ പാകിസ്ഥാനിൽ നിന്നൊരു സൈന്യം ആക്രമിക്കാൻ വരികയാണ്. ആ സമയത്ത് ഇന്ത്യ മഹാരാജ്യം ഇവിടെയുള്ള അതിർത്തിയിലുള്ള മുസ്ലിം സൊസൈറ്റിയെ വിശ്വസിക്കുകയും അവരിൽ
തങ്ങളുടെ രാജ്യത്തിന്റെ കെട്ടുറപ്പ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നൊരു സമയം. ആ സമയത്താണ് പാകിസ്ഥാൻ സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അതിർത്തിയിൽ നിന്ന് അവർക്ക് കടന്നു പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള അവസരവും ഒരുക്കി കൊടുത്ത ആ സൊസൈറ്റിയുടെ മതം നോക്കിയിട്ടാണോ നിങ്ങൾ നിലപാട് സ്വീകരിക്കുക? നോക്ക്, ഈ രാജ്യത്ത് അതാണ് റസൂലുള്ളാഹി ചെയ്തത്. യഹൂദന്മാരായ ആളുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊന്നത് എന്തിനാ? മതവിദ്വേഷം കൊണ്ടല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഖന്തക്ക് യുദ്ധത്തിന് മുമ്പ് യഹൂദന്മാര് മദീനത്ത് ഉണ്ടാവുമായിരുന്നില്ല. ഖന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയെ പ്രൊട്ടക്ട് ചെയ്യാൻ സൈന്യബലം പോരാത്തത് കൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾ വിവിധ സൈനിക ശേഷി സംഭരിച്ച് വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് അവർ സൈനിക ശേഷി സംഭരിച്ച് യുദ്ധത്തിന് വേണ്ടി വരുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ പിന്നെ മാനവ വിഭവശേഷിയില്ല, ആയുധശേഷിയും കാര്യമായിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണ് മദീനക്ക് ചുറ്റും അവർ കിടങ്ങ് കുഴിക്കുന്നത്. ആ കിടങ്ങ് ചാടിക്കടക്കാൻ യുദ്ധസന്ദർഭത്തിൽ അവസരം ഒരുക്കി കൊടുക്കുന്ന പണിയാണ് ഖൈബർ യുദ്ധത്തിലും ഖന്തക്ക് യുദ്ധത്തിലൊക്കെ യഹൂദന്മാർ അകത്ത് നിന്നെടുത്ത പണി. ആ പണിക്കുള്ള ശിക്ഷ രാഷ്ട്രത്തിന്റെ നിലപാട് എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വധശിക്ഷ ഉണ്ടാക്കി. അതിലെന്താ പ്രശ്നം? ഞാൻ ചോദിക്കുന്നത്, എന്ത് പ്രശ്നമാണ് അതിന് പറയാനുള്ളത്? അതല്ലാത്ത എന്ത് നിലപാടാണ് ആ മേഖലയിൽ സ്വീകരിക്കാനുള്ളത്? അത് നമ്മൾ കൃത്യമായിട്ട് ഉൾക്കൊള്ളണം, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ ഈ ആളുകൾ മതഭ്രാന്തൻ എന്ന് വിളിക്കുന്നത് യാതൊരു അടിസ്ഥാനമില്ലാത്ത കാര്യത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത മതാനുയായികൾ റസൂലുള്ളാഹിനെ കാണാൻ വരുമായിരുന്നു. മതാനുയായികൾ റസൂലുള്ളാഹിയെ കാണാൻ വരുമായിരുന്നു. വലിയ ഗ്രൂപ്പുകളായിട്ട് പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും പിന്നെ ഗ്രൂപ്പുകളായിട്ട് റസൂലുള്ളാഹിയെ കാണാൻ വരും. മദീനത്തെ പള്ളിയിൽ അവരെ റസൂലുള്ളാഹി താമസിപ്പിക്കും. അവരുമായിട്ട് സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഒരുക്കി കൊടുക്കും. വേണമെങ്കിൽ ഈ പള്ളിയിൽ നിസ്കരിച്ചോ, നിങ്ങൾ ആരാധന നടത്തിക്കോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അനുവാദം വരെ കൊടുത്തിട്ടുണ്ട്. അവൾ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിന്റെ റസൂൽ ഒരു മതവിദ്വേഷിയായിരുന്നെങ്കിൽ റസൂലുള്ളാഹിയുമായി സൗഹാർദ്ദ സംഭാഷണത്തിന് നിവേദക സംഘങ്ങൾ വരുമായിരുന്നില്ല ചരിത്രത്തിൽ. റസൂലുള്ളാഹി തന്റെ രാജ്യത്തെയും തന്റെ നാടിനെയും ഒറ്റിക്കൊടുത്തവന്റെ മതം നോക്കാതെ നിലപാട് സ്വീകരിച്ചു. അത് നീതിയുള്ള ഭരണാധികാരി ചെയ്യേണ്ട നിലപാടാണ്. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ പഠിക്കണമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തിട്ടല്ല പഠിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. വമാ അർസൽനാക, താങ്കളെ നാം അയച്ചിട്ടില്ല. അല്ലാഹു പറയാ, താങ്കളെ നാം അയച്ചിട്ടില്ല ഇല്ലാ റഹ്മതൻ, കാരുണ്യം കൊണ്ടല്ലാതെ, ലിൽ ആലമീൻ, സർവ്വലോകർക്കും കാരുണ്യം കൊണ്ടല്ലാതെ താങ്കളെ നാം അയച്ചിട്ടില്ല. റസൂലുള്ളാഹിയെ പറ്റിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറയാ, അല്ലാഹുവിന്റെ റസൂലിനെ അയച്ചത് എന്തിനാ? ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞത് എപ്പോഴാ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് സ്വഹാബികളിൽപ്പെട്ട ആളുകൾ പറയാ റസൂലുള്ളാഹിയോട്, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കണം. അവരെ ഉപദ്രവിക്കുന്ന, റസൂലുള്ളാഹിയെ ഉപദ്രവിക്കുന്ന, സ്വഹാബത്തിനെ പീഡിപ്പിക്കുന്ന മുശ്രിക്കുകൾക്കെതിരെ താങ്കൾ പ്രാർത്ഥിക്കണം. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, ഇന്നി ലം ഉബ്അസ് ലആനൻ, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് ശപിക്കുന്നവനായിട്ടല്ല, വ ഇന്നമാ ബുഇസ്തു റഹ്മതൻ, ഞാൻ ലോകത്തിന് കാരുണ്യമായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എത്രത്തോളം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാന്റെ 159 ആയത്തും നിങ്ങൾ പരിശോധിക്കണം. നമ്മളിൽ ഒരാൾക്കും ക്ഷമിക്കാൻ കഴിയാത്ത ഒരു അപരാധം കൂടെ നിന്ന് ചതിച്ച ആളുകൾ, അല്ലെങ്കിൽ പേടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ നിർബന്ധിതരായിട്ടോ എങ്ങനെയൊക്കെയോ കൂടെ നിന്നവർ കാലുവാരുന്നൊരു സാഹചര്യം ഉണ്ടായിപ്പോയി. അവർ ഓടുന്ന, ഉപേക്ഷിച്ചോടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യം എവിടെയുണ്ടായി? യുദ്ധരംഗത്തുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിച്ചിട്ട് കൂടെ നിന്ന് യുദ്ധം ചെയ്ത സ്വഹാബികളിൽ ചിലർ ഓടിപ്പോയി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു. പക്ഷേ ആ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ.
ആ സാഹചര്യം ആലോചിച്ചു നോക്കൂ. റസൂലുള്ള പെരുമാറിയത് എങ്ങനെയാണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹ് ലിൻത ലഹും. അല്ലാഹു പറയാ, താങ്കൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമില്ലായിരുന്നെങ്കിൽ താങ്കൾ ഇങ്ങനെ ലോലനായി പെരുമാറുമായിരുന്നില്ല. വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബ്. താങ്കളെങ്ങാനും കഠിന ഹൃദയനായിരുന്നെങ്കിൽ, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയായിരുന്നെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, അവർ താങ്കൾക്ക് ചുറ്റും നിന്നും ഓടിപ്പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിയിട്ട് ഖുർആൻ പറയാ, ആ യുദ്ധ സന്ദർഭത്തിൽ റസൂലുള്ളയെ ഒറ്റക്കിട്ട് ഓടിപ്പോവുകയും റസൂലുള്ളയെ ശത്രുക്കൾക്ക് ആക്രമിക്കാൻ വലിയ സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ക്രൂരനായിരുന്നെങ്കിൽ, ഒരു പ്രതികാരദാഹിയായിരുന്നെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മോശപ്പെട്ട ആളായിരുന്നെങ്കിൽ, അല്പമെങ്കിലും കരുണയ്ക്ക് വിരുദ്ധമായ സ്വഭാവം റസൂലുള്ളയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഉഹുദ് യുദ്ധത്തിൽ അത് കാണുമായിരുന്നു. ഉഹുദ് യുദ്ധത്തുമായി ബന്ധപ്പെട്ടിട്ട ഖുർആനാ പറഞ്ഞത്. വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ റസൂലുള്ളയെ ഇട്ടിട്ട് ഓടിപ്പോയി, പേടിച്ചിട്ട് ഓടിപ്പോയി. റസൂലുള്ളയെ ശത്രുക്കൾ ആക്രമിക്കാൻ അവരുടെ കൈകളിൽ കിട്ടുന്ന അവസ്ഥ സാഹചര്യം ഉണ്ടാക്കപ്പെട്ടു. ചില സ്വഹാബികൾ ജീവൻ കൊടുത്തിട്ട് റസൂലുള്ളയെ പ്രൊട്ടക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് റസൂലുള്ള അന്ന് ശത്രുക്കൾക്ക് പിടിയിലൊതുക്കാൻ പറ്റാത്തത്. ചില ആളുകൾ അതിനുവേണ്ടി മരിച്ചുപോയി. അല്ലെങ്കിൽ ഞാനൊരു യുദ്ധത്തിന് പോവാണ്, നിങ്ങളെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരു ലീഡറായിട്ട് യുദ്ധത്തിന് പോവാ, നമ്മളെല്ലാം ഒരുമിച്ച് പോവാണ്. അവിടെ ചെന്ന് യുദ്ധം തുടങ്ങി ശത്രുക്കൾ ആക്രമണം ശക്തമായി മുന്നേറ്റം കണ്ടപ്പോ നിങ്ങളെല്ലാം ഓടിപ്പോവാണ്, നേതാവായ ആൾ ഒറ്റക്കാവാണ്. ആ സമയത്ത് ആത്മാർത്ഥതയുള്ള ചില ആളുകൾ മുന്നിലേക്ക് ചാടി വീണ് അവർ സ്വയം ഏറ്റുകൊണ്ട് മരണം വരിച്ചുകൊണ്ടും ഒക്കെ പ്രൊട്ടക്ട് ചെയ്താൽ ആ നേതാവ് തിരിച്ചു വന്നാൽ എടുക്കുന്ന നടപടിക്രമം എന്തായിരിക്കും? നടപടിക്രമം എന്തായിരിക്കും? ലോക ചരിത്രത്തിൽ ഏതെങ്കിലും നേതാവ് അത്തരം സന്ദർഭത്തിൽ റസൂലുള്ള എടുത്ത നടപടിക്രമം കണ്ടിട്ടുണ്ടോ? ഖുർആൻ പറയാ, വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ്, താങ്കൾ ക്രൂരനായില്ല, താങ്കൾ പരുഷ സ്വഭാവിയായില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, താങ്കളുടെ ചുറ്റുനിന്നും അവർ ഓടിപ്പോകുമായിരുന്നു. ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ. റസൂലുള്ളാഹിന്റെ നിലപാട് ഖുർആൻ പറയാ, ഫഅഫു അൻഹും, റസൂലേ അവർക്ക് വിട്ടുകൊടുത്തേക്ക്, മാപ്പ് കൊടുത്തേക്ക്. താങ്കളെ ഇട്ടുപോയിച്ചു പോയ ആ ആളുകൾക്ക് മാപ്പ് കൊടുത്തേക്ക്. പോരാ, ഇനിയോ വസ്തഗ്ഫിർ ലഹും, അവർ ചെയ്തത് പാപാണല്ലോ, സ്വന്തം നബിനെ ഇട്ടേച്ചോടിയത് പാപാണല്ലോ. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടി, പാപമോചനം തേടി. ഇനിയോ കഴിഞ്ഞില്ല, വശാവിർഹും ഫിൽ അംർ, ഇനിയും കൂടിയാലോചനകളിൽ, ചൂറകളിൽ അവരെ കൂടിയിരുത്തിയേക്ക്. നിങ്ങൾ ആലോചിക്കുക, ഇതാണ് പരുഷ സ്വഭാവിയായ, പരമത വിദ്വേഷനായ, ക്രൂരനായ ഒരാളുടെ നിലപാടിതാണോ? അതിനെ പറഞ്ഞ റസൂലുള്ളയെ പഠിക്കാൻ ഖുർആനിലേക്കും ഹദീസിലേക്കും വരണം. അല്ലാതെ ഏതെങ്കിലും മതവിരോധി എഴുതിയ, മതനിരാസകൻ എഴുതിയ ഏതെങ്കിലും കഥകളിലേക്കല്ല പോകേണ്ടത്. ഇങ്ങനൊരു നിലപാടുണ്ടോ? ഈ പറയുന്ന വിമർശകന്മാർ പറയുന്നതൊക്കെ ശരി, നമ്മൾ സമ്മതിച്ച്, എല്ലാം ശരിയാണ്. നബി ക്രൂരനാണ്, പരുഷ സ്വഭാവിയാണ്, വിട്ടുവീഴ്ചയില്ലാത്തവനാണ്, പ്രതികാരദാഹിയാണ്, ശ്രീലംബടനാണ്, അങ്ങനെ അറ്റത്ത് സാംസ്കാരിക വിരുദ്ധനാണ്. എന്നാ ഈ നിലപാട് കാണുമോ? ഈ നിലപാട് കാണുമോ? തന്നെ വിട്ടയച്ചു പോയ ആളുകൾ, മരണത്തിന്റെ മുമ്പിലേക്ക് തള്ളിവിട്ട് ഓടിപ്പോയ ആളുകൾ, സ്വന്തം സുരക്ഷ മാത്രം നോക്കി തന്നെ ഉപേക്ഷിച്ച് പോയ ആളുകൾ, അത് തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർ ഇങ്ങനെ വിറച്ചു നിൽക്കാണ്. സഹാബികളിൽ ചില ആളുകൾ, ഈ ചെയ്തു പോയ ആളുകൾ വിറച്ചു നിൽക്കാണ്. റസൂലുള്ള അവരെ നോക്കിയിട്ട് തലോടി. നോക്കണേ, ആരാ തലോടിയത്? ക്രൂരൻ, ഏറ്റവും വലിയ പരമത വിദ്വേഷി, ഏറ്റവും വലിയ വാശിയുള്ള, ഏറ്റവും വലിയ വിദ്വേഷമുള്ള ആള്. ഈ ആളുകളുടെ ഭാഷയിലതാ, അവരെ തലോടിയിട്ട്, അവരെ കെട്ടിപ്പിടിച്ചിട്ട്, അവരെ ചുംബിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ തലയിൽ കൈവച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറയും, അല്ലാഹുവേ നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ. എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു വ്യക്തിത്വത്തെ കാണുക? അല്ലാഹുവേ നീ ഇവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെയ്യണേ? അവരെയും കൂട്ടി ശൂറ കൂടെ അടുത്ത രാഷ്ട്രത്തിന്റെ വലിയ കാര്യങ്ങൾ, രാഷ്ട്രീയങ്ങൾ, സൈനികമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും കൂടി ഇരുത്തിയിരിക്കുക. ഓടിപ്പിച്ചില്ല.
ആ റസൂലുള്ളയെ പറ്റിയിട്ടാണ് ഈ ആളുകൾ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറയട്ടെ, ഒരൊറ്റ ഹദീസ് കൂടി ഞാൻ പറയാം. അള്ളാന്റെ റസൂൽ പറയാ, അള്ളാന്റെ റസൂലിനെ പറ്റിയിട്ട് ഭാര്യ ആയിഷ ബീബി പറയാം, മാ ലറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഅൻ ഖത്തു ബിയദിഹി. അള്ളാന്റെ റസൂല് തന്റെ കൈ കൊണ്ട് ഒരാളെയും തല്ലിയിട്ടില്ല, ഒരാളെയും തല്ലിയിട്ടില്ല. വലംറഅതൻ, തന്റെ ഭാര്യമാരെ തല്ലിയിട്ടില്ല. വലാ ഖാദിമൻ, തന്റെ ഭൃത്യന്മാരെ തല്ലിയിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, യുദ്ധ സന്ദർഭത്തിലല്ലാതെ റസൂലുള്ള ഒരു മനുഷ്യന്റെ മേത്ത് അടിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഭാര്യനെ തല്ലിയിട്ടില്ല, തന്റെ ഭൃത്യന്മാരെ വേലക്കാരെ തല്ലിയിട്ടില്ല. ഇന്ന് കാണുന്ന വേലക്കാരനല്ല, അന്ന് അടിമാണ്, അന്ന് അടിമയാണ്, ഇയാളുടെ ഉടമസ്ഥനാണ്. ഇന്നോളം റസൂലുള്ള യുദ്ധം ചെയ്യുമ്പോൾ നേർക്ക് നേരെ സൈനികൻ എന്ന നിലയ്ക്ക്, സേനാ നായകൻ എന്ന നിലയ്ക്ക് യുദ്ധം ചെയ്യുമെന്നല്ലാതെ റസൂലുള്ള ഒരാളെയും തൊട്ടിട്ടില്ല എന്ന് സ്വന്തം ഭാര്യ പറയാം. ഇങ്ങനെ പറയാൻ പറ്റിയ എത്ര മഹാന്മാർ നമ്മൾ മഹത്തുക്കളുടെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കണം. നമ്മൾ ലോകത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് അള്ളാന്റെ റസൂൽ എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഉദ്യമത്തിൽ അള്ളാന്റെ റസൂലിനെതിരെയുള്ള മോശമായ, ക്രൂരമായ, നിന്ദ്യമായ ഈ വിമർശന പദ്ധതികൾക്കെതിരെ എന്തെങ്കിലും അള്ളാഹു തൃപ്തിപ്പെടുന്നത് ചെയ്യാനുള്ള തൗഫീഖ് റബ്ബ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ച അതിശക്തമായ കുപ്രചരണങ്ങൾ, ഓരോ ദിവസവും ഓരോ ദുഷ്ടന്മാരായ ആളുകൾ അവർ ഗവേഷണം നടത്തിയിട്ട് റസൂലുള്ളയുടെ ചരിത്രത്തെ അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനിച്ച് ആളുകൾക്കിടയിൽ വ്യാപകമായി തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മുടെ സൊസൈറ്റി കടന്നു പോകുന്നത്. കുറെ ആളുകളൊക്കെ ഇത് ശരിയാണെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ റസൂലുള്ള മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണം കാണിച്ചല്ലോ. അതുപോലത്തെ ധാരാളം പ്രചരണങ്ങൾ നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഡ്യൂട്ടിയിൽപ്പെട്ടതാണ്. ചുരുങ്ങിയത് റസൂലുള്ളയെ പറ്റി നല്ലത് പറയുന്ന, മദ്ഹ പറയുന്ന, റസൂലുള്ളയുടെ മനോഹരമായ സ്വഭാവത്തെ അടയാളപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു ഹദീസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ലേ? നമുക്ക് സഹാബികൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഞാൻ കണ്ടതിൽ വെച്ച് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പുഞ്ചിരിക്കുന്ന മനുഷ്യൻ റസൂലുള്ളയാണ് എന്ന് പറഞ്ഞ ഒരു ഹദീസ് എടുത്തിട്ട് നമ്മളുടേതായ ഒരു രൂപത്തിൽ അതൊന്ന് പോസ്റ്റ് ചെയ്താൽ എത്രയോ ആളുകളിലേക്ക് അതെത്താം. ഏതെങ്കിലും രൂപത്തിൽ റസൂലുള്ളയുടെ നന്മ സൊസൈറ്റിക്ക് പറഞ്ഞു കൊടുക്കുന്ന, കുറച്ചുകൂടി ഡെപ്തിൽ നമ്മൾ പഠിച്ചാൽ, കുറച്ചുകൂടി ഡീപ്പ് സ്റ്റഡി നടത്താനുള്ള ശേഷി നമുക്കുണ്ടെങ്കിൽ ഈ വിമർശനങ്ങളെ തന്നെ പൊളിക്കാനും അതിന്റെ യാഥാർത്ഥ്യം കാണിക്കാനും നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകണം. അള്ളാന്റെ റസൂലിനെ ഏത് കാലഘട്ടത്തിൽ ആര് ചീത്ത വിളിക്കുന്നുവോ, ആര് അപകീർത്തിപ്പെടുത്തുന്നുവോ, ആര് റസൂലുള്ളയെ മോശമായി സംസാരിക്കുന്നുവോ അതിനെതിരെ മുസ്ലിം എന്ന നിലയ്ക്ക്, ഞാൻ പറയുന്നത് ഒരു സംഘടനക്കാരനോ മദ്ഹബുകാരനോ എന്ന നിലക്കല്ല, മുസ്ലിം എന്ന നിലയ്ക്ക് എനിക്ക് അതിൽ ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വം നിർവഹിക്കണം. നമ്മുടെ മക്കളെ കൊണ്ട് നിർവഹിപ്പിക്കണം. സോഷ്യൽ മീഡിയയിൽ കുട്ടികൾ മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് മക്കളോട് എനിക്ക് മോനെ സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ ചെയ്യണം, നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എന്താ, നമുക്ക് ആഴ്ചയിൽ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി, അദ്ദേഹത്തിന്റെ മദ്ഹ് പറയുന്ന ഒരു ഹദീസ്, അദ്ദേഹത്തിന്റെ നന്മ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഹദീസ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആളുകൾക്ക് കൊടുക്കണം. മക്കളും കൂടി ഇരിക്കണം, നിങ്ങളത് സെറ്റ് ചെയ്ത് തരണം, നിങ്ങളത് ഡിസൈൻ ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുടുംബം എത്ര ബർക്കത്തിലായിരിക്കും. നമ്മൾ ആലോചിച്ച് നോക്കൂ. ആ മക്കൾ സോഷ്യൽ മീഡിയയിലെ അനാവശ്യങ്ങളിലും അശ്ലീലങ്ങളിലും ആണ്ടുപോകാതെ വലിയ നന്മകളിൽ അവർക്ക് സമയം ചെലവഴിക്കാൻ കഴിയും. വലിയ കൾച്ചറാണ് അത് ഉണ്ടാക്കുക ആ കുട്ടികൾക്ക്.
അള്ളാന്റെ റസൂലിനെതിരെ ആരോപണം വന്നാൽ അതിനെതിരെ പ്രതിരോധിക്കുന്ന വലിയ പടയാളികളായി, പുതിയ കാലത്തിന്റെ പടനായകന്മാരായിട്ട് ആ മക്കൾ വളരാൻ വാപ്പയും ഉമ്മയും പോയിട്ട് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഒന്ന് കൂടെ ഇരുത്തിയാൽ മതി, ഒന്ന് കൂട്ടിനിരുത്തിയാൽ മതി, ബാക്കി അവർ ചെയ്തോളൂ, നിങ്ങളൊപ്പം നിന്നാൽ മതി. ഹദീസുകൾ കിട്ടാനാണോ പണി? ഒന്ന് സെർച്ച് ചെയ്താൽ മതി. റസൂലുള്ളാഹിയെ പറ്റിയിട്ടുള്ള നന്മകൾ എന്ന് പറഞ്ഞ ഒന്ന് സെർച്ച് ചെയ്താൽ മതി, എത്രയോ ഹദീസുകൾ കിട്ടും. ആ ഹദീസുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുക, നിങ്ങളും മക്കളും കുടുംബവുമായിട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെയുള്ള വിമർശനത്തിന്റെ മറുപടി ഞങ്ങൾ കുടുംബം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാന്റെ മാർഗത്തിലേക്ക് ചെന്നാൽ ആ കുടുംബത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രൊട്ടക്ട് ചെയ്യും. അതിനുള്ള സകല ബർക്കത്തും അള്ളാഹു കൊടുക്കും. അങ്ങനെ എങ്ങനെയൊക്കെയോ കഴിയുന്ന വിധത്തിൽ റസൂലുള്ളാഹിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനിൽ നമ്മൾ നമ്മുടെ പ്രതിരോധം തീർക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന, സ്വന്തം മക്കളെക്കാളും സ്വന്തം ജീവിതത്തെക്കാളും റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്ന ആ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളും നമ്മുടെ സന്താന പരമ്പരകളും അങ്ങേയറ്റം റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നവരാക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. റസൂലുള്ളാഹിയോടുള്ള ഹുബ്ബിന് മുമ്പിൽ വേറെ ഒരു ഹുബ്ബുമില്ലാത്ത വിധത്തിൽ അത്ര വലിയ സ്നേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടാകാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂലിനെതിരെയുള്ള ശക്തമായ വിമർശനങ്ങളെ പ്രതിരോധിക്കാനും റസൂലുള്ളാഹിയുടെ സത്യാവസ്ഥ ആളുകളെ കാണിക്കാനും ആളുകളെ അറിയിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കള്ളപ്രചരണങ്ങളിലും കുപ്രചരണങ്ങളിലും പെട്ടുപോയി റസൂലുള്ളാഹിയിൽ നിന്ന് ഓടി അകലുന്ന, ഇങ്ങനെ ഒരു നബി ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്ന ആ വിവരമില്ലാത്ത ആ തെറ്റായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ അവരെ കൂടുതൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും അവർക്ക് കാര്യങ്ങൾ പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ചേരാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയുടെ ഹൗളിൽ നിന്ന് വെള്ളം കുടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹിയുടെ ശുപാർശകൾ, ഖൈറായ ആ ശുപാർശകൾ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.